ആദ്യ ചിത്രം വമ്പൻ ഹിറ്റ്. ആ ചിത്രത്തിലൂടെ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറായി മാറി. ആ ചിത്രത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം ഒരു നടൻ കൂടി മലയാള സിനിമയിൽ കടന്നു വന്നു, വിജയകുമാർ. അദ്ദേഹം പിന്നീട് തലസ്ഥാനം വിജയകുമാർ എന്ന് അറിയപ്പെട്ടു. പക്ഷേ വിജയകുമാർ പിന്നീട് അങ്ങോട്ട് വലിയൊരു ഹൈപ്പിലേക്ക് പോയില്ല. തലസ്ഥാനം ഇറങ്ങുമ്പോൾ വിജയകുമാർ അവതരിപ്പിച്ച കഥാപാത്രം ശ്രദ്ധേയമായിരുന്നു. കോളേജ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടു പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെ കഥാപാത്രം. ഉണ്ണിയെന്നായിരുന്നു ആ കഥാപാത്രത്തിന്റെ പേര്. വിജയകുമാറിന്റെ പിതാവ് ഹെൻറിയാണ് ആ ചിത്രം നിർമ്മിച്ചത്. തലസ്ഥാനം വലിയ ഹിറ്റായി മാറി. സുരേഷ് ഗോപിക്ക് വലിയ ബ്രേക്ക് കൊടുത്ത ചിത്രമാണ് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത തലസ്ഥാനം. തലസ്ഥാനത്തിലൂടെ വിജയകുമാർ ശ്രദ്ധേയനായി. അടുത്ത ചിത്രം കുലപതി. വിജയകുമാർ നായകനായെത്തിയ ആ ചിത്രവും വിജയകുമാറിന്റെ പിതാവ് തന്നെയാണ് നിർമ്മിച്ചത്. അതും ഹിറ്റായി മാറി. പക്ഷേ തലസ്ഥാനം തെലുങ്കിൽ റീമേക്ക് ചെയ്തു വിജയകുമാറിന്റെ പിതാവ്. അതിലും വിജയകുമാർ വേഷമിട്ടു. പക്ഷേ തലസ്ഥാനത്തിലൂടെ കുലപതിയിലൂടെ കിട്ടിയ ലാഭമൊക്കെ തെലുങ്കിൽ നഷ്ടപ്പെട്ടു. കോടി രാമകൃഷ്ണയാണ് തെലുങ്കിലെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ. കോടി രാമകൃഷ്ണയാണ് തലൈനഗരം സംവിധാനം ചെയ്തത്. അത് വലിയ പരാജയമായി മാറി. പിന്നീട് തലസ്ഥാനം വിജയകുമാറിനെ ചീറ്റിംഗ് സ്റ്റാർ എന്ന് ഓമന പേരിട്ട് വിളിച്ചു കേരളത്തിലെ സിനിമാ പ്രേക്ഷകർ. ലേലം എന്ന സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിളിപ്പേര് കിട്ടാനുള്ള കാരണം. നല്ല നടനാണ് അദ്ദേഹം. ഗമനം, നെപ്പോളിയൻ, പ്രായിക്കര പാപ്പാൻ, പത്രം, ദുബായ്, വലിയേട്ടൻ, നരസിംഹം, നരിമാൻ, ഒന്നാമൻ, പ്രജ തുടങ്ങി ചെറിയ ചിത്രങ്ങളിലും വലിയ ചിത്രങ്ങളിലും വിജയകുമാർ ഭാഗമായി മാറി. വിജയകുമാറിനെ നായകനാക്കി ശംഭു എന്നൊരു ചിത്രം വന്നിരുന്നു. അത് വലിയ വിജയമാകുമെന്നും തന്റെ കരിയർ അതോടെ ഉയരുമെന്നും വിജയകുമാർ പ്രതീക്ഷിച്ചു. പക്ഷെ ആ ചിത്രം പരാജയപ്പെട്ടു. അതിനിടയിൽ ഒരുപാട് വിവാദങ്ങൾ അദ്ദേഹത്തെ തേടി വന്നു. കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു. സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അതൊക്കെ വലിയ വാർത്തയായി മാറി. വിജയകുമാറിനെ ഞാൻ പരിചയപ്പെടുന്നത് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ്. അന്ന് ഞാൻ ജോലി ചെയ്തിരുന്ന സിനിമാ വാരികയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു. അദ്ദേഹം അന്ന് വല്ലാത്ത ഒരു അസ്വസ്ഥതയിലായിരുന്നു. കാരണം ഭാര്യയുമായുള്ള വിവാഹമോചനം, മകളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഒക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ബിനു ഡാനിയേൽ എന്നാണ്. മകളുടെ പേര് അർത്ഥന. കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലായ ശേഷമാണ് ഭാര്യയുമായി അകന്നത്. കാരണം മാധ്യമങ്ങൾ അതുപോലെ അങ്ങേയറ്റം ഈ സംഭവം ആഘോഷിച്ചു. ബിനു ഡാനിയേലുമായി അകന്നതിന് ശേഷം അദ്ദേഹം വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോയി. പല പ്രോജക്റ്റുകളും അദ്ദേഹത്തിൽ നിന്ന് വഴുതിപ്പോയി. എന്നാലും ന്യൂജൻ തലമുറയ്ക്കും അദ്ദേഹത്തിന്റെ അഭിനയം ഇഷ്ടമാണ്. അവർ ചീറ്റിംഗ് സ്റ്റാർ എന്ന് ഓമന പേരിട്ട് അദ്ദേഹത്തെ വിളിക്കുന്നു. വീണ്ടും അദ്ദേഹം വിവാദത്തിൽ പെട്ടു. ഭാര്യയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ അദ്ദേഹത്തിന്റെ വീഡിയോ മകൾ അർത്ഥന തന്നെ പുറത്തുവിട്ടു. അർത്ഥന സിനിമാ നടിയായി മുത്തുഗൌ എന്ന ചിത്രത്തിൽ നായികയായി ശ്രദ്ധേയമായ വേഷമാണ് ആ കുട്ടി ചെയ്തത്. അർത്ഥന പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, വിജയകുമാറും താനുമായി യാതൊരു ബന്ധവുമില്ലെന്നും തന്നെ അമ്മയാണ് വളർത്തിയതെന്നും. അതൊക്കെ വിജയകുമാറിനെ ഒരുപാട് വേദനിപ്പിച്ചു. വിളിച്ചാൽ ഉടൻ തന്നെ ഫോണെടുക്കുന്ന അപൂർവം ചില സിനിമാ നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ വിധി അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. ആ തിരിച്ചടിയിൽ നിന്ന് മുക്തനാകാൻ അദ്ദേഹം ഏറെ ശ്രമിച്ചെങ്കിലും നല്ല വേഷങ്ങൾ പിന്നീട് അദ്ദേഹത്തെ തേടിയെത്തിയില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ പരാജയ കാരണം. സൂപ്പർ സ്റ്റാർ ആകേണ്ട വിജയകുമാർ ചീറ്റിംഗ് സ്റ്റാർ മാത്രമായി മാറി.